അടുത്ത കാര്യമാണ് ഹിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ്, കേൾവിയും മനസ്സിലാക്കലും. ഓക്കെ, ഹൗ ഡസ് ദ ബ്ലൈൻഡ് ഫോൾഡ് ചൈൽഡ് ഇൻ പിക്ചർ. അത് നമ്മൾ കളിക്കാറുണ്ടല്ലോ ബ്ലൈൻഡ് ഫോൾഡ്, അതായത് ഇങ്ങനെ കണ്ണം കെട്ടിയുള്ള കളി അറിയോ? അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ആളെ പോയി തൊട്ടിട്ട് ആരാന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ മറ്റേ ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരാളെ തൊടാണ്, മനസ്സിലാവും, അയാളെ പേര് പറഞ്ഞാൽ അങ്ങനെ ഓരോരോ കളി നമ്മൾ കളിച്ചിട്ടുണ്ടാവില്ല ചെറുപ്പത്തിൽ. അത് കണ്ണ് കെട്ടിയുള്ള കളി എന്നാട്ടോ പറയാം. സോ ഹൗ ഡസ് ദ ബ്ലൈൻഡ് ഫോൾഡ് ചൈൽഡ് ഇൻ പിക്ചർ അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻ ഓഫ് ഹെർ ഫ്രണ്ട്സ്. അതായത് ചോദ്യം ഇതാണ്, ആ കുട്ടി കണ്ണടച്ച് കിടക്കുന്ന ഈ കുട്ടിക്ക് എങ്ങനെയാണ് ആ ഫ്രണ്ട്സിനെ തിരിച്ചറിയാൻ പറ്റുന്നത്? കുറച്ച് പണിയാണല്ലേ. അത് നോക്കുക. വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അവർ സറൗണ്ടിങ്സ് ക്ലിയർലി വെൻ ഹിയറിംഗ് കമ്പൈൻ വിത്ത് സൈറ്റ്. അതായത് വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അവർ സറൗണ്ടിങ്സ്, നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ പറ്റും കാഴ്ചയോടുകൂടി. കേൾവിയും കാഴ്ചയോടും കൂടി നമുക്ക് എന്ത് പറ്റും, നമ്മൾ എല്ലാവരും ഹെൽത്തി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹിയറിങ്ങും നല്ലൊരു കാഴ്ചയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുപാട് നല്ല രീതിക്ക് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഡു വി ഗിവ് എനഫ് കെയർ ടു പ്രൊട്ടക്റ്റ് ദ ഇയർ, ദ ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ടു ഹിയർ. അതായത് നിങ്ങൾ നൽകാറുണ്ടോ എനഫ് കെയർ ടു പ്രൊട്ടക്റ്റ് ഇയർ, ചെവി പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ദ ഓർഗൻ ദാറ്റ് ഹെൽപ്പ് അസ് ടു ഇയർ, അതായത് കേൾക്കാൻ. അതായത് ഇയർ നമുക്കറിയാമല്ലോ കേൾക്കാനുള്ളതാണ്, അതിന് നമ്മൾ പ്രൊട്ടക്റ്റ് നൽകാറുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. വാട്ട് ഷുഡ് വി ഡു ഇൻ ദിസ് സിറ്റുവേഷൻ. നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എക്സാമിൻസ് പുതിയൊരു പാറ്റേൺ ആയിട്ട് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ ചോദ്യം ഞാൻ വിചാരിക്കുന്നുണ്ട്, നല്ല നിങ്ങൾ പഠിച്ചോളാം. ഇവിടെ എന്താ ഒരു ചെക്കൻ, ഓച്ച് മൈ ഇയർ ഈസ് ആച്ചിങ്. അപ്പോൾ ഇവിടെ ആ കുട്ടീൻ്റെ അമ്മ എന്താ പറയുക, കം ലെറ്റ്സ് ഗോ കൺസൾട്ട് ദ ഡോക്ടർ. നമുക്ക് ഡോക്ടറെ കാണുമ്പോൾ ഇവിടെ കുട്ടിയുടെ ഒരു അച്ഛൻ ആരല്ല അയാളെ ഇരിക്കുന്നുണ്ട്. ഹീറ്റ് സം ഓയിൽ ആൻഡ് പവർ ഇൻ ടു ഇയർ. എന്താ പറയുന്നത്, ഒരു ഓയിലുണ്ട്, ആ ഓയിൽ ചെവിയിലിടാനാണ് പറയുന്നത്. നിങ്ങൾ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഒരു കാരണം വെച്ചാൽ മക്കളെ, നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കരുത്. കാരണം നിങ്ങൾ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് മാത്രം അനുസരിക്കുക. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ര സയൻറ്റിഫിക് ബേസ് ഉള്ളതായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നത്. അതായത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായി ഡോക്ടറെ കാണണം. ഒരു കാരണം വെച്ചാൽ നമ്മളിങ്ങനെ പഴമക്കാരുടെ കാര്യങ്ങളോ, അതായത് നമ്മളതായ രീതിയിൽ ചികിത്സിക്കാൻ പോകരുത്. നമ്മുടെ സ്വന്തം ചികിത്സ പാടില്ല. നമ്മൾ കൃത്യമായി ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് തന്നെ പോകണം. അതാണ് പറയുന്നത്. സോ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നാണ് കേട്ടോ അതിൽ പറയുന്നത്. അതാണ് ചോദ്യം പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താ പറഞ്ഞാൽ ഡോണ്ട് ഫോളോ മെത്തേഡ്സ് വിത്തൗട്ട് സയൻറ്റിഫിക് ബേസസ്. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ ഒരിക്കലും ഫോളോ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് വിത്തൗട്ട് സയൻറ്റിഫിക് ബേസസ് ഓൺ വെൻ വി ക്യാൻ ആക്സസ് ദ സർവീസ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഡയറക്ട്ലി ഓർ ഓവർ ഫോൺ. എന്താ പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യരുത് എന്തിൻ്റെ ബേസിലല്ലാതെ സയൻറ്റിഫിക് ആയിട്ടുള്ള ബേസിസ്, ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് ബേസസ് അല്ലാത്ത ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഫോളോ ചെയ്യാൻ നിൽക്കരുത്. വെൻ വി ക്യാൻ ആക്സസ് ദ സർവീസ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഡയറക്ട്ലി ഓർ, നമുക്ക് എന്ത് ചെയ്യുക, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അത് ഡോക്ടർമാരെയൊക്കെ ഇപ്പം നമുക്ക് പല രീതിക്ക് പോകാം. അപ്പോൾ ഡയറക്റ്റായിട്ടും കാണാൻ പോകാം, നമുക്ക് എന്ത് ചെയ്യാം, ഫോണിലൂടെ, അതാ പറഞ്ഞാൽ യൂസ് ഫോണിലൂടെയും നമുക്ക് ഡോക്ടർമാരുമായി ബന്ധപ്പെടാമെന്നാണ് പറയുന്നത്. യൂസ് മെഡിസിൻസ് ഇൻ ഇയർ ഓൺലി അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. അതായത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നിങ്ങൾ ഒരു കാരണം വെച്ചാലും ചെവിയോ അങ്ങനത്തെ സെൻസ് ഓർഗൻസോ ഏത് ഓർഗൻസിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു മെഡിസിനും യൂസ് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ഡോക്ടർമാരുടെ പ്രിക്കോഷനിലല്ലാതെ, പെർമിഷനിലല്ലാതെ, ഡോക്ടർമാർ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് മെഡിസിനും യൂസ് ചെയ്യാം. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഒരു മെഡിസിനും ഉണ്ടാക്കിയിട്ട് ചെവിയിലോ അവിടെയോ ഒന്നും ട്രൈ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡേഞ്ചറസ്. നമ്മളിപ്പം സ്വന്തം ഒരു അസുഖം വരുമ്പോൾ ഞാൻ തന്നെ ചികിത്സിച്ച് ഞാൻ തന്നെ മരുന്നുണ്ടാക്കി അത് ട്രൈ ചെയ്യുന്നത് ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. സെൽഫ് ട്രീറ്റ്മെൻറ്റ് അതൊരു കാരണം വെച്ചാലും എല്ലാ സമയത്തും നടക്കില്ല. അത് കുറച്ച് ഡേഞ്ചറായ പരിപാടി, റിസ്ക്കാണ്. സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡേഞ്ചറസ്. ദിസ് ക്യാൻ ലീഡ് ടു ലോസ് ഓഫ് ഹിയറിങ്. ഇപ്പം ഞാനിപ്പോൾ ഒരു പെട്ടെന്ന് എനിക്ക് ചെവി വേദന വരിക, അപ്പം ഞാൻ വലിയ ഡോക്ടറാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മരുന്നൊക്കെ ഉണ്ടാക്കി എൻ്റെ ചെവിയിൽ കലക്കി ഒഴിച്ച്, ഡോക്ടറിൻ്റെ പ്രിക്കോഷനൊന്നും ഇല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വെച്ച്, എനിക്ക് പിന്നെ കേൾക്കൂലടാ. അതാ പറഞ്ഞത്, അത് ഡേഞ്ചറസ് ആണ്, മനസ്സിലായോ? അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരു കാരണം വെച്ചാൽ നമ്മളുടേതായ രീതിയിൽ ചികിത്സ നടത്തരുത്. നമ്മൾക്ക് പരീക്ഷണം പാടില്ല, നമ്മൾ ഡോക്ടറെ തന്നെ കാണിക്കണം. Did you know that water getting inside the ear can cause injury or infection to ear? എന്താ പറയുന്നത്, നിങ്ങൾക്കറിയോ എന്ത്
വാട്ടർ ഗെറ്റിംഗ് ഇൻസൈഡ്. നമ്മൾ വെള്ളം, അത് ഞാൻ പറയാൻ വന്നതിനെ, നിങ്ങൾ ചെവിയുടെ ഉള്ളിൽ ഒരു കാരണം വെച്ചാലും വെള്ളമൊന്നും ഒഴിക്കാൻ നിൽക്കണ്ട. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. എന്താ പറഞ്ഞത്, ഇൻസൈഡ് ഇയർ ക്യാൻ കോസ് ഇഞ്ചുറി. നിങ്ങളുടെ ചെവിയുടെ ഉള്ളിൽ അത് ഇഞ്ചുറിയോ ഇൻഫെക്ഷനോ ഇയറിൽ ഉണ്ടാക്കും. സോ വേണ്ടാത്ത പണിക്കൊന്ന് കുളിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചെവിയിലേക്ക് മനഃപൂർവ്വം വെള്ളം ഒഴിക്കാതിരിക്കുക കേട്ടോ. ഒഴിച്ചാൽ നിങ്ങൾക്ക് വല്ല ഇഞ്ചുറിയോ മുറിവോ ഒക്കെ വരാൻ ചാൻസ് മേ ലീഡ് ടു ഇയർ ഏജ് ആൻഡ് ഈവൻ ലോസ് ഓഫ് ഹിയറിങ്. നിങ്ങൾക്ക് ചെവി ചൊറിയാനും അല്ലെങ്കിൽ നല്ല വേദന എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കേൾവി പോലും ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടേക്കാമെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. എന്തായാലും വാട്ട് ഷുഡ് വി കെയർഫുൾ ടു അവോയ്ഡ് സച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഡോണ്ട് പുട്ട് എനി ഒബ്ജക്റ്റ്. നിങ്ങൾ ഒരു കാരണം വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെറിയ കുട്ടികളോടൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വീട്ടിൽ അനിയനോ അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാൽ ചെവിയിൽ എന്ത് കൊണ്ടുപോയിടരുത്, പെൻസിലോ പെന്നോ മാസ്റ്റിക്കോ സേഫ്റ്റി പിന്നോ അങ്ങനത്തെ സാധനങ്ങൾ, അതായത് പിന്നോ നിങ്ങൾ ഇപ്പം തീപ്പെട്ടിക്കുള്ളിയോ പെന്നോ പെൻസിലോ നമ്മൾ പണ്ടൊക്കെ ഇട്ട് കറക്കാറില്ലേ, അങ്ങനെ കറക്കാതെ നിങ്ങളുടെ ചെവിയുടെ പാടൊക്കെ പൊട്ടിപ്പോയാൽ മക്കളെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് കൊണ്ട് നിങ്ങൾ കണ്ടെത്തി ചെയ്ത ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയാം. ഓക്കെ, ഈ ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്കിപ്പം ചെവിയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ആയെന്ന് ചോദിക്കാം. സോ നമുക്ക് അതിനെ കൃത്യമായിട്ട് എയ്ഡ് ചെയ്യാനും പറ്റും കേട്ടോ. ലോസ് ഓഫ് ഹിയറിംഗ് ഒക്കേഴ്സ് ഡ്യൂ ടു മെനി റീസൺസ്. നിങ്ങൾക്ക് ചെവിയുടെ എന്ത് നഷ്ടപ്പെടാം, ലോസ് ഓഫ് ഹിയറിംഗ്, നിങ്ങൾക്ക് കേൾവി ഏത് രീതിയിലും നഷ്ടപ്പെട്ടേക്കാം എന്ന് പറയാം. ഹിയറിംഗ് എയ്ഡ്സ് ആർ ഡിവൈസസ് ടു സോൾവ് ദിസ് പ്രോബ്ലം. ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്, ഒരു ഡിവൈസാണ്. എന്ത് നമ്മുടെ ഈ രീതിയിലുള്ള ചെവിയുടെയൊക്കെ ഇത് പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ കേൾവി ശക്തി പോയി കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ. എ വൈഡ് വെറൈറ്റി ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ആർ അവൈലബിൾ നൗ വിത്ത് ദ സ്പെഷ്യൽ ഫീച്ചർ ടു ഇൻക്രീസ് സൗണ്ട് വോളിയം ആൻഡ് ക്ലാരിറ്റിയും സൗണ്ടൊക്കെ കൂട്ടുന്ന മോഡേൺ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. നമ്മൾ ചെവിയിലൊക്കെ വെക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെവി അത്ര കേൾക്കാത്ത ആൾക്കാരൊക്കെ ചെവിയിൽ വെക്കും, അറിയാലോ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിളൊക്കെ ചെക്ക് ചെയ്താൽ മതി. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി, കോക്ലിയറിൻ്റെ മാറ്റി വെക്കുന്ന സർജറി കേട്ടോ. ഇതൊരു സർജറിയാണ്. നമ്മൾ ചെവിയുടെ അടുത്തുള്ള കോക്ലിയ എന്ന് പറഞ്ഞ സംഭവത്തെ സർജറിയിലൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ്. മനസ്സിലാക്കി വെക്കുക, ആവശ്യമാണ് അതൊക്കെ. റീഓർഗനൈസിങ് ദ സ്മെല്ല് തിരിച്ചറിയുക. ഇവിടെ നമുക്ക് കാണാം ഒരു ചെക്കൻ. ഇപ്പോൾ അവിടെ നമ്മളെ വീട്ടിലെ ചിക്കൻ കറി എന്തുണ്ടാക്കുകയാണ് കഴിക്കട്ടെ, ആ ചിക്കൻ കറീൻ്റെ മണം നൈസായി ഈ ചെക്കൻ്റെ ഇവരൊക്കെ പഠിക്കുക. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മണം വന്നിട്ട് ഈ ചെങ്ങായിൻ്റെ മൂക്ക് കയറിയിട്ട് ഉള്ള പന്നി മൂക്ക് വരി നിൽക്കുന്നത്, വാവ് സേവറി സ്മെൽ, അടിപൊളിയായിട്ടുള്ള മണം, എൻ്റെ മോനെ ചിക്കൻ കറി പൊളി, അല്ലെങ്കിൽ മന്തി പൊളി, അതിൻ്റെയൊക്കെ മണം, ബിരിയാണിയുടെയൊക്കെ ഒരു മണമല്ലേ. പക്ഷേ ഇവൻ്റെ ഏച്ചി അവിടെ നോക്കാം, ഐ എം നോട്ട് ഏബിൾ ടു സ്മെൽ ബിക്കോസ് ഐ ഹാവ് എ കോൾഡ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ജലദോഷം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാരണം വെച്ചാലും മണക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഐ ആം നോട്ട് ഏബിൾ ടു സ്മെൽ ബിക്കോസ് ഐ ഹാവ് എ കോൾഡ്. എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു മണം കിട്ടുന്നില്ലടാ, അതാണ് പറയുന്നത്. വിഷമത്തിലാണ്. പിന്നെ എന്താ പറയുന്നത്, വാട്ട് ഈസ് റീസൺ ഫോർ ദ ലോസ് ഓഫ് സ്മെൽ വെൻ ഹാവ് എ കോൾഡ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, കോൾഡ് വരുമ്പം, ഈ പറഞ്ഞ ജലദോഷം വരുമ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണടാ നിങ്ങളുടെ മണക്കാനുള്ള ശേഷി, ലോസ് ഓഫ് സ്മെൽ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പിന്നെ സ്മെല്ല് വറ്റാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ വായിച്ചുതരാം. അപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ, നമ്മൾ ജലദോഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ മണം കിട്ടാണ്ടായി പോകുന്ന ജലദോഷത്തിൻ്റെ സമയത്ത്, അത് നമ്മൾ അതേപോലെ വി ഓൾവേസ് ഫീൽ മോയ്സ്റ്റ് ഇൻസൈഡ് അവർ നോസ് ഡോൺ ബി. ജലദോഷം നമുക്കറിയാലോ, മൂക്കിൻ്റെ ഉള്ളിൽ നിറച്ചും വെള്ളമായിരിക്കും, ആരെങ്കിലും മൂക്ക് പിടിക്കാൻ എപ്പോഴും ഉണ്ടാവും. സോ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോയ്സ്റ്റ് ചെയ്യാം. മോയ്സ്റ്റ് എന്നാൽ വെള്ളത്തിൻ്റെ അളവ്. സോ എപ്പോഴും മൂക്കിൽ വെള്ളം ചീരാപ്പാത സാധനം ഉള്ളതുകൊണ്ട് പോലെ ഫീൽ ചെയ്യും അല്ലേ, ഡോൺ ബി. അതുപോലെ ദ റീസൺ ഫോർ ദിസ് സെക്രേഷൻ ഇൻ നോസ്, ഈ ഒരു സംഭവത്തിന് കാരണം ദ ഫങ്ഷൻ ഓഫ് ദിസ് സെക്രേഷൻ ഈസ് റിമൂവ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് പാത്തജൻസ് ഗെറ്റിംഗ് ഇൻസൈഡ് ദ നോസ് ദ കോൾഡ് ഈസ് കണ്ടീഷൻ. അതായത് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ ഈ പാത്തജനും പൊടിയൊക്കെ ഉണ്ടാവും, മനസ്സിലായോ? സോ ഈ പൊടിയൊക്കെ മാറ്റണമല്ലോ, ഒഴിവാക്കണമല്ലോ, സെക്രേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ ഓഫ് സെക്രേഷൻ ഈസ് റിമൂവ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് പാത്തജൻസ് ഗെറ്റിംഗ് ഇൻസൈഡ് ദ നോസ്. ദിസ് കോൾഡ് ഈസ് കണ്ടീഷൻ വെൻ ദിസ് സെക്രേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ആക്സസ് വെൻ ദർ ഈസ് എ വൈറസ് ഇൻഫെക്ഷൻ. അതായത് സെക്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ, അതെന്താണെന്ന് വെച്ചാൽ, അതായത് സെക്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പം മൂക്കിൽ ഇപ്പോൾ അലർജിയോ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിയോ പാത്തജൻസ് ബാക്ടീരിയ ഒക്കെ കയറി വരും, നമ്മളെ മൂക്കിലുണ്ടാവുമല്ലോ ജലദോഷമൊക്കെ പിടിക്കുമ്പോൾ. സോ അതിന് റിമൂവ് ചെയ്യാനല്ല പറയുന്നത്. ദ ഫങ്ഷൻ ഓഫ് ദ സെക്രേഷൻ ഈസ് റിമൂവ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് പാത്തജൻസും പൊടിയും ഒക്കെ നമ്മുടെ മൂക്കിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് അത് സെക്രേഷൻ എന്ന് പറയുന്നത്.
സെക്രേഷൻ്റെ ഒരു ഫംഗ്ഷൻ അതാണ്. എന്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും പാത്തജൻസിനെയും ഒക്കെ മൂക്കിനുള്ളിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും പാത്തജൻസിനെയൊക്കെ ഒഴിവാക്കാം. ദ കോൾഡ് ഈസ് കണ്ടീഷൻ വെൻ ദിസ് സെക്രേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എക്സസ്. നമ്മൾ ജലദോഷം വരുമ്പോൾ ഇത് സാധാരണയായിട്ട് ഉണ്ട് ഈ സെക്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. എന്നാൽ ഈ കോൾഡ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ജലദോഷം പിടിക്കുമ്പോൾ ഈ സെക്രേഷൻ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ വൈറസ് ഇൻഫെക്ഷനൊക്കെ ഉള്ളപ്പോൾ അല്ലേ. വെൻ സെക്രേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആക്സസ് ദ ഓർഡർ പാർട്ടിക്കൽസ് വിൽ നോട്ട് റീച്ച് ദ സെൽസ് ദറ്റ് ഹെൽപ്പ് ടു റിയോസ് സ്മെൽ. നിങ്ങൾ മനസ്സിലാക്കുക, ഓർഡർ പാർട്ടിക്കൽസ് എന്താടാ? ഓർഡർ പാർട്ടിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഓർഡർ പാർട്ടിക്കൽസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, സ്മെല്ല് തിരിച്ചറിയാൻ പറ്റുന്ന. അത് പറയുന്നത് ഓർഡർ പാർട്ടിക്കൽസ് വിൽ നോട്ട് റീച്ച് സോറി പറയാനുള്ള ഈ ഓർഡർ പാർട്ടിക്കൽസാണ് എന്ത് ചെയ്യുന്നത്, ദ സെൽസ് ദാറ്റ് ഹെൽപ്പ് റിയോണൈസ് സ്മെല്ല് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, ഓർഡർ പാർട്ടിക്കിൾസ്. അതായത് നമ്മളിപ്പം നമ്മൾ അടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഓർഡർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, നമ്മുടെ മൂക്ക് കയറിയിട്ട് ഇത് അറിയിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു പ്രോസസ്സ്, ഈ സെക്രേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ എന്ത് നടക്കില്ല, ഈ പറയുന്ന ഓർഡർ പാർട്ടിക്കിൾസ്, ഈ മണത്തിൻ്റെ ഈ സംഭവമാണല്ലോ ഓർഡർ പാർട്ടിക്കിൾസ് മണം എത്തിക്കുന്നത്. എന്നാൽ ഈ ഓർഡർ പാർട്ടിക്കിൾസ് നമ്മുടെ മൂക്കിലെത്തില്ല ജലദോഷത്തിൻ്റെ സമയത്ത്, ഈ സെക്രേഷൻ നടക്കുന്ന സമയത്ത്. ദാറ്റ്സ് വൈ വി ഡോണ്ട് റിയോണൈസ് സ്മെൽസ്. അതുകൊണ്ടാണ് നമുക്ക് സ്മെൽസ് ജലദോഷത്തിൻ്റെ സമയത്ത് അറിയാൻ പറ്റാത്തത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇത്ര മതി. അടുത്ത് പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ട്.